ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള എന്നാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഉണക്ക ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മളുടെ വീടുകളിൽ എല്ലാവരും ചെയ്യുന്നതാണ്, വളരെ ഈസി ആയിട്ടുള്ളത് തന്നെയാണ്. ഞാൻ ഇത് ചെയ്യുന്ന രീതി ഒന്ന് ഷെയർ ചെയ്യുക മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതൊരു ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിലെ ആ ജലാംശം മുഴുവനായിട്ട് പോകണം. അപ്പോൾ ഇതൊരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇതിലെ ആ ജലാംശമൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോളം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി അതിന് ശേഷം നമ്മളുടെ ചെമ്മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരു 5-6 മിനിറ്റ് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈവനായിട്ട് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അപ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടും കേട്ടോ. അപ്പം അതൊന്ന് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് 2-3 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ സവാളയൊക്കെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എരിവ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്, അതായത് മുളക് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഊണിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം മതി കേട്ടോ ഊണ് കഴിക്കാനായിട്ട്. വേറെ ഒരു സൈഡ് ഡിഷ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സംഭവം മാത്രം മതി. അപ്പാര ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. എൻ്റെ ഫേവറേറ്റ് ആണ്. സാധാരണയായിട്ട് ഞാൻ ഉണക്കമീനുകളൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷെ ചെമ്മീൻ എപ്പോഴും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തു. 1-2 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ആ ചതച്ച മുളകൊക്കെ ഉണ്ടല്ലോ വല്ലാണ്ട് കരിഞ്ഞു പോകും ആ ചൂടിലിരുന്നിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിതാ ലഞ്ചിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഊണ് കഴിക്കാൻ പോവാണ്. അപ്പം നമ്മളിവിടെ എന്താ പറയുക, കുമ്പളങ്ങയും പരിപ്പും തേങ്ങ അരച്ച് വെച്ചതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കോവൽ ഇല തോരനുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തോരനുണ്ട്. പിന്നെ അതേപോലെ തന്നെ തേങ്ങയും മാങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് അരച്ചെടുത്ത് നല്ല ചമ്മന്തി ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ഉണക്കച്ചെമ്മീനും കൂടെ വരുമ്പോൾ അപ്പാര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഊണിന്. സംഗതി സൂപ്പറാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.